കണ്ണു ചിമ്മി കാണിക്കുന്ന അരുണിനെ കണ്ടതും അതിഥിക്ക് ദേഷ്യം അടക്കാനായില്ല. മാറങ്ങോട്ട്! അവളെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു. ആ, എൻ്റെ കൈ! അവൾ തട്ടിയെറിഞ്ഞ കൈ ഒഴിഞ്ഞുകൊണ്ട് അരുൺ പറഞ്ഞു. അവനത് പറഞ്ഞതും അതിഥിയുടെ നോട്ടം അവൻ്റെ കൈകളിലേക്ക് പോയി. ഞാനിതെന്ത് ചെയ്തിട്ടാ? നീയല്ലേ എൻ്റെ അടുത്ത് വന്ന് കിടന്നത്? എന്നിട്ട് നീ എന്നോട് തന്നെ ദേഷ്യപ്പെടുന്നു? അതേ, നീ വിചാരിക്കും പോലെ ഒക്കെ മറന്ന് നിൻ്റെ അരികെ വന്ന് കിടന്നൊന്നുമല്ല. എനിക്കിത്തിരി മനുഷ്യത്വം ഉണ്ടായിപ്പോയി. പാതിരാത്രി പനിച്ചു പറച്ച് കിടന്ന് കണ്ടപ്പോൾ അങ്ങനെ വിട്ടിട്ട് പോകാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് വന്നിരുന്നതാ. പക്ഷേ എപ്പോഴും ഉറങ്ങിപ്പോയി. അല്ലാതെ ഒന്നുമില്ല. അല്ലാതെ ഒന്നുമില്ല? അല്ലാതെ എന്ത്? നീ നെറ്റിയിൽ എൻ്റെ മുറിവിൽ കിസ് ചെയ്തില്ലേ? ഞാനോ? നിനക്ക് തോന്നിയതാവും. അല്ല പിന്നെ, ഞാൻ പോവാ. എനിക്കിതൊന്നും കേൾക്കാൻ നേരമില്ല. അതും പറഞ്ഞ് അതിഥി ഫ്രഷ് ആവാൻ വാഷ്റൂമിലേക്ക് പോയി. നിൻ്റെ ദേഷ്യമൊക്കെ ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട് മോളെ. നീ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. അവൾ പോകുന്നതും നോക്കി അരുൺ പതിയെ പറഞ്ഞു. അല്പസമയം കഴിഞ്ഞ് ഫ്രഷായി വന്ന അതിഥി കണ്ണാടിയുടെ മുന്നിൽ വന്നു നിന്ന് നനഞ്ഞ മുടി അഴിച്ചിട്ട് ഡ്രയർ വെച്ച് ഉണക്കുകയായിരുന്നു. സാരി ഉടുത്ത് നനഞ്ഞ മുടി മുൻപിലേക്കിട്ട് നിൽക്കുന്ന അതിഥിയുടെ ഇറക്കി വെട്ടിയ ബ്ലൗസിലൂടെ അവളുടെ പുറമേനി അരുണിന് പകുതിയിലധികവും ദൃശ്യമായിരുന്നു. അവനിലത് വികാരങ്ങൾ ഉണർത്താൻ പാകത്തിനുള്ളതായിരുന്നു. അവൻ പതിയെ എണീറ്റ് അവളുടെ പിന്നിലായി പോയി നിന്നു. അവളുടെ മുടിയിൽ നിന്നും വരുന്ന ഷാംപൂവിൻ്റെ മണം അവനെ കൂടുതൽ അവളിലേക്ക് അടുപ്പിച്ചു. പെട്ടെന്ന് അവൻ അവളുടെ നഗ്നമായ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ അവനിലേക്ക് അടുപ്പിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് അതിഥി ചിന്തിക്കുന്നതിന് മുന്നേ അരുൺ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവിടമാകെ ചുംബിക്കാൻ തുടങ്ങി. ഒരു നിമിഷം അവളും അതാഗ്രഹിച്ച പോലെ അവന് വിധേയയായി നിന്നുകൊടുത്തു. പതിയെ അവളെ അഭിമുഖമായി തിരിച്ചു നിർത്തി അവളുടെ നെറ്റിയിലും കണ്ണിലും ചുണ്ടു ചേർത്തു. അതിനുശേഷം അവൻ അവളുടെ അധരങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങിയതും അവളുടെ കൈ അവനു നേരെ ഉയർന്നു താഴ്ന്നു. ഞെട്ടലോടെ അവൻ അവൻ്റെ കവിളിൽ കൈവച്ച് അവളെ നോക്കി. എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്ക് മതിയായില്ലേ? ഇന്ന് നീ ഇങ്ങനെയൊക്കെ ചെയ്യും, എന്നിട്ട് നാളെ നീ തന്നെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയും. എനിക്ക് മടുത്തു വരും. ഞാനൊരു മനുഷ്യനാണ്. അതോ നിനക്ക് നിൻ്റെ വികാരങ്ങൾ തീർക്കാനുള്ള ഒരു പാവയാണോ ഞാൻ? എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നീ എന്നെ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. ഒരിക്കൽ പോലും നമുക്കൊന്നിച്ചതിനെ ഫേസ് ചെയ്യാമെന്ന് നീ ചിന്തിച്ചിട്ടില്ല. ഇതിൽ നിന്നൊക്കെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതുവരെയായിട്ടും എന്താ ഉണ്ടായതെന്ന് നിനക്ക് എന്നോട് പറയണമെന്ന് തോന്നിയോ? ഇങ്ങനെയെങ്കിലും അവളുടെ മനസ്സിലെ ഭാരം ഒഴിഞ്ഞു പോകട്ടെ എന്ന് കരുതി അവൾക്ക് മറുപടിയൊന്നും നൽകാതെ അവനെല്ലാം കേട്ടുനിന്നു. അപ്പോഴാണ് വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേട്ടതും രണ്ടുപേരും ഡോറിനരികിലേക്ക് നോക്കി. അതിഥി പോയി ഡോറ് തുറന്നതും ആദിയായിരുന്നു അത്. നിങ്ങളൊന്ന് പതുക്കെ സംസാരിക്കൂ. അതും പറഞ്ഞ് ആദി അതിഥിക്ക് നേരെ തിരിഞ്ഞു. നീ മുത്തശ്ശിയുടെ പിറന്നാൾ കഴിഞ്ഞിട്ട് എല്ലാവരോടും എല്ലാം അറിയിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ എല്ലാം അറിയിക്കാൻ പോവുകയാണോ? നിങ്ങൾക്കൊന്നിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ടാൾ സമാധാനമായി സംസാരിച്ച് പിരിയാൻ നോക്ക്. ഇതൊരുമാതിരി. ആദി പല്ലുകൾ കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. ആദി, തെറ്റെൻ്റെ ഭാഗത്താണ്. ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിച്ചാണ് കാര്യങ്ങൾ ചെയ്തത്. എനിക്ക് അതിഥി സേഫായിരിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൾ അത് ഏത് രീതിയിൽ ഉൾക്കൊള്ളുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. കാരണം എൻ്റെ അച്ഛനെയും അമ്മയെ നഷ്ടപ്പെട്ട പോലെ അവളെയും നഷ്ടപ്പെടുത്താൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു. ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തെങ്കിൽ അതിന് എനിക്ക് എൻ്റേതായ ശരികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവളുടെ ഭാഗം കേട്ടപ്പോൾ അവളുടെ ഭാഗത്തും ശരിയുണ്ട്. അതുകൊണ്ട് ഞാൻ അവളെ ഇനി ഒരിക്കലും ശല്യം ചെയ്യില്ല. ഇനി അത് അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടാണെങ്കിൽ അങ്ങനെ. അതും പറഞ്ഞ് നിറഞ്ഞു വന്ന മിഴികളോടെ അരുൺ മുറിവിട്ടിറങ്ങി. എന്നാൽ അരുണിൻ്റെ വാക്കുകളിൽ നിശ്ചലമായിരുന്നു അതിഥിയും ആദിയും. ഇപ്പം നിനക്ക് സമാധാനമായല്ലോ. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പൊക്കോളും. അച്ചു മോളെ, നിൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് ഏട്ടൻ പറയില്ല. പക്ഷേ അവനെയും നീയൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. നിനക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. അവന് സ്വന്തമായി എന്ന് പറയാനുള്ളത് മുത്തശ്ശൻ മാത്രമാണ്, കൂടാതെ നീയും. നിൻ്റെ ലൈഫിന് റിസ്ക് ആയിട്ടുള്ള എന്തെങ്കിലും അവൻ ചിന്തിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്കറിയോ, അവൻ നിന്നെ ഇന്നും ഇന്നലെയും സ്നേഹിക്കാൻ തുടങ്ങിയതല്ല. ചെറുപ്പം മുതലേ അവന് നിന്നെ അറിയാം. അത് കേട്ടതും അതിഥി ഞെട്ടിക്കൊണ്ട് ആദിയെ നോക്കി. സത്യമാണ് ഞാൻ പറയുന്നത്. നിൻ്റെ അച്ഛനും അവൻ്റെ അച്ഛനും നിങ്ങളുണ്ടായപ്പോഴേ അത് പറഞ്ഞു വെച്ചതാ.
നീ എന്താ കരുതിയേ? മൂർത്തിയങ്കിൾ കല്യാണക്കാര്യം പറഞ്ഞപ്പോഴേക്കും എന്തുകൊണ്ടാണ് സമ്മതിച്ചത്? കാരണം അതവർ ആദ്യമേ തീരുമാനിച്ചതായതുകൊണ്ട്. അത് അരുണിനും അറിയാം. പക്ഷേ അതിനിടയിൽ ആ തരകൻ കയറി കളിക്കാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അവന് നിന്നോടും നിൻ്റെ അച്ഛനോടും പ്രതികാരം ചെയ്യാൻ അവന് നിന്നെ കെട്ടേണ്ട ആവശ്യമുണ്ടോ? അല്ലാതെ വേറെ എന്തൊക്കെ വഴികളുണ്ട് അവന്? ആദ്യേട്ടാ, അരുൺ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അതിഥി വിതുമ്പിക്കൊണ്ട് ആദിയോടായി പറഞ്ഞു. അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അച്ചു നിങ്ങളുടെ ജീവിതത്തിൽ? എൻ്റെ അറിവിലില്ല. പിന്നെ അവൻ നിന്നോട് കഴിഞ്ഞ കുറച്ച് ദിവസമായി എല്ലാം പറയാൻ ശ്രമിക്കുമ്പോൾ അത് കേൾക്കാൻ നീ തയ്യാറോ ആയിരുന്നില്ല. അച്ചു, ദേഷ്യവും വാശിയും എല്ലാം തീരുമ്പോൾ ഒന്നും പഴയതുപോലെ ഉണ്ടായിരിക്കണമെന്നില്ല. നമുക്ക് ചുറ്റിനുള്ള ഒന്നും ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കില്ല. ഇപ്പോൾ ഉള്ള വാശി കൊണ്ട് നിനക്ക് മാത്രമേ നഷ്ടങ്ങളുണ്ടാവൂ, കൂടെ അവനും. എനിക്കറിയാവുന്ന അരുൺ ഇങ്ങനെ ആയിരുന്നില്ല. ദേഷ്യവും വാശിയും ആവശ്യത്തിലേറെയുള്ള ഒരുവനായിരുന്നു. അങ്ങനെ മാത്രം ഞാൻ കണ്ടിട്ടുള്ള ഒരുത്തന ഇന്ന് കണ്ണു കലങ്ങി പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. നിനക്ക് വേണ്ടി അവൻ ഇത്രമാത്രം മാറിയിട്ടുണ്ടെങ്കിൽ നീ അവന് എത്രമാത്രം വലുതാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. അവൻ അവൻ്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നീയോ? നീയും നിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ലേ ചിന്തിക്കുന്നത്? അവൻ ചെയ്തത് തെറ്റാണെങ്കിൽ അപ്പോൾ നീ ചെയ്യുന്നതും തെറ്റാണച്ചു. ഞാനിനി നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നേയില്ല. നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി നിങ്ങൾക്ക് എന്ത് വേണമെന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആദി ദേഷ്യത്തോടെ മുറിവിട്ടിറങ്ങി. ഇതെല്ലാം കേട്ടുനിന്ന അതിഥിയുടെ കണ്ണിൽ നിന്നും നിൽക്കാതെ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. അവൾ കണ്ണുനീർ തുടച്ച് ബാൽക്കണിയിലേക്ക് നടന്നു. എന്നിട്ട് അവിടെയായുള്ള സ്വിങ്ങിൽ പോയിരുന്നു. പക്ഷേ അവൾ ശാസിച്ചു നിർത്തിയിട്ടും കണ്ണുനീർ അവളുടെ കവിളുകളെ നനച്ച് ഒഴുകിക്കൊണ്ടിരുന്നു. മോളെ, പെട്ടെന്നുള്ള വിളിയിൽ ഞെട്ടിക്കൊണ്ട് അതിഥി തിരിഞ്ഞു നോക്കി. മുത്തശ്ശിയായിരുന്നു അത്. മുത്തശ്ശിയെ കണ്ടതും അവൾ മുത്തശ്ശി കാണാതെ ഒഴുകി വന്ന കണ്ണുനീർ തുടച്ചു മാറ്റി. എന്താ മുത്തശ്ശി, വിളിച്ചെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. എന്തിനാ സ്റ്റെയർ കയറി ഇങ്ങോട്ട് വന്നത്? അതിഥി മുത്തശ്ശിയെ സ്വിങ്ങിലിരുത്തിക്കൊണ്ട് പറഞ്ഞു. അതിന് മുത്തശ്ശി ഒന്ന് ചിരിച്ചു. എൻ്റെ മോള് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ മുത്തശ്ശിക്ക് അവിടെ സമാധാനമായി ഇരിക്കാൻ പറ്റുമോ? എൻ്റെ മോളെ, സങ്കടോ? എനിക്കോ? മുത്തശ്ശി ഇതെന്താ പറയുന്നത്? മുത്തശ്ശിക്ക് തോന്നിയതാവും. എനിക്കൊരു പ്രശ്നവുമില്ല. അതിഥി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ, മുത്തശ്ശിക്കെല്ലാം അറിയാം. മോള് മുത്തശ്ശിക്ക് വിഷമമാവുമെന്ന് കരുതി ഒന്നും മറച്ചു വയ്ക്കാൻ നോക്കണ്ട. നിങ്ങൾ ഓരോന്നും ഒളിക്കുമ്പോഴാണ് മുത്തശ്ശിക്ക് വിഷമം. മുത്തശ്ശി എങ്ങനെ? അരുൺ, അവൻ എന്നോടെല്ലാം പറഞ്ഞു ഇന്നലെ തന്നെ. ഒരുപാട് കരഞ്ഞു. പിന്നെ ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടു. ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പോലും നിങ്ങൾക്ക് രണ്ടാൾക്കും സത്യത്തിൽ അറിയില്ല. പ്രശ്നം നിങ്ങളുടെയല്ല, നിങ്ങളുടെ പ്രായത്തിൻ്റെയാണ്. സത്യത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. മോന് മോളെ ഇതെല്ലാം അറിയിച്ച് വിഷമിപ്പിക്കരുത്. പിന്നെ എല്ലാം അറിഞ്ഞ മോള് മോനെ വിട്ടുമാറി നിന്നില്ലെങ്കിലോ? അതുമൂലം മോൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്നുള്ള ചിന്ത. മോൾക്കാണെങ്കിലോ മോളെ അറിയിക്കാതെ സ്വയം ഓരോന്ന് ചെയ്ത് അപകടത്തിൽപ്പെടുമോ എന്നുള്ള ചിന്ത. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടുള്ള പ്രശ്നങ്ങളാണിതൊക്കെ. പരസ്പരം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ് രണ്ടാൾക്കും. അത് തുറന്നു പറയുന്നുമില്ല. മുത്തശ്ശി ഇത്രയും പറഞ്ഞതും അതിഥി കരഞ്ഞു തളർന്ന് മുത്തശ്ശിയുടെ മടിയിൽ കിടന്നു. ഞാൻ എന്താ മുത്തശ്ശി ചെയ്യേണ്ട? എനിക്ക് അവനില്ലാതെ പറ്റില്ല മുത്തശ്ശി. അതിഥി അത് പറഞ്ഞതും മുത്തശ്ശി ചിരിച്ചുകൊണ്ട് അവളുടെ തലയിലൊന്ന് തലോടി. നിങ്ങൾ രണ്ടാളും പരസ്പരം സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഇപ്പോൾ ഉള്ളൂ. ഇല്ല മുത്തശ്ശി, അവൻ എന്നോട് പിണങ്ങിയാ താഴോട്ട് പോയത്. പിന്നെ ഞാനിന്ന് പറഞ്ഞത് അവൻ ഒരുപാട് വിഷമമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനിനി എന്താ ചെയ്യുക മുത്തശ്ശി? അത് കൊള്ളാം. നിൻ്റെ ഭർത്താവിൻ്റെ പിണക്കം എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് ഇനി ഞാൻ പറഞ്ഞു തരണോ? അതും പറഞ്ഞ് മുത്തശ്ശി അവളുടെ കവിളിൽ തട്ടി അവിടെ നിന്നും പുറത്തേക്ക് പോയി. അന്ന് രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും അരുൺ അതിഥിക്ക് നേരെ നോക്കിയില്ല. ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും കിടക്കാൻ നേരമായതും അതിഥി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് ചെന്നു. എന്നാൽ മുറി മുഴുവൻ നോക്കിയിട്ടും അവൾക്ക് അവിടെയൊന്നും അരുണിനെ കാണാൻ കഴിഞ്ഞില്ല. അവൾ പിന്നെയും ഒരുപാട് നേരം അവനു വേണ്ടി കാത്തിരുന്നു. എന്നാൽ കാത്തിരുന്ന് എപ്പോഴോ അവൾ നിദ്രയെ പുൽകിയിരുന്നു. മുഖത്തേക്ക് വെളിച്ചം തട്ടിയപ്പോഴാണ് അതിഥി ഉറക്കത്തിൽ നിന്നും ഉണർന്നത്.
ഉറക്കത്തിൽ നിന്നും ഉണർന്നതും അവൾ വേഗത്തിൽ തന്നെ ബെഡിൽ അടുത്തേക്ക് നോക്കി. എന്നാൽ അപ്പോഴും അരുൺ അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ മുഖം അമർത്തി തുടച്ചുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റ് വാഷ്റൂമിൽ കയറി. കുറച്ചു സമയമായതും ഫ്രഷായി പുറത്തു വന്നു. ശേഷം റെഡിയായി താഴേക്ക് ഇറങ്ങി. അവൾ താഴെ എത്തിയതും അരുൺ ആദിയോടൊപ്പം താഴെ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല. ശേഷം അവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഡൈനിങ് ടേബിളിലിരുന്നു. മോനെ അരുൺ, ഇന്ന് നമുക്ക് മുത്തശ്ശിയുടെ കൂട്ടുകാരിയെ കാണാൻ പോയാലോ? മുത്തശ്ശിയാണത് ചോദിച്ചത്. അതിനെന്താ മുത്തശ്ശി, പോവാലോ, അരുൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ അമ്മ ഈ പറയുന്നത്? മോന് വയ്യാതിരിക്കുവല്ലേ, അമ്മ ആദിയെ കൂട്ടി പോയാൽ പോരെ? ഇത് കേട്ട നന്ദൻ മുത്തശ്ശിയോടായി പറഞ്ഞു. അതിനെന്താ അങ്കിൾ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇനിയും ഇങ്ങനെ അടഞ്ഞിരുന്നാലാ പ്രശ്നം. നന്ദൻ പറഞ്ഞത് കേട്ട അരുൺ അതിന് മറുപടി കൊടുത്തു. എന്നാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങാം, ഇത് കേട്ട മുത്തശ്ശി പറഞ്ഞു. അരുൺ അതിനൊന്ന് പുഞ്ചിരിച്ചു. പോവാൻ റെഡിയായി അവർ താഴേക്ക് ഇറങ്ങിയതും അരുൺ കാർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് ഡോറ് തുറന്ന് ഫ്രണ്ട് സീറ്റിൽ കയറിയ അതിഥിയെ അവൻ ശ്രദ്ധിക്കുന്നത്. ഉടനെ പുറകിൽ മുത്തശ്ശി കയറിയതും അരുൺ അതിഥിയോടായി പറയാൻ വന്നതെന്തോ അവിടെ വെച്ച് നിർത്തി. പിന്നീട് കാർ സ്റ്റാർട്ട് ചെയ്തു.